ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സഞ്ജുവിന്റെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മംഗലശ്ശേരിയിൽ നടക്കുന്നു. രാജുവും ലച്ചുവും ചേർന്ന് എല്ലായിടവും അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശ്രീദേവി എത്തുന്നു. ശ്രീദേവി വന്ന് മുത്തച്ഛനോട് ചോദിച്ചു, അല്ലച്ചാ, ഇത്രയും നേരമായിട്ടും ക്ഷേത്രത്തിൽ പോയവർ മടങ്ങി വന്നില്ലല്ലോ എന്ന് ചോദിച്ചത് കേട്ട് ഉടനെ മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഞാൻ വേഗം ഇങ്ങ് പോന്നു, ദേവകി അവിടെ നിൽക്കുകയാണ്, അവരും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. ഉടനെ ശ്രീദേവി പറഞ്ഞു, ഇന്നിനിപ്പോ എന്തൊക്കെയാ സംഭവിക്കുകയെന്നറിയില്ലല്ലോ, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കടന്നു പോകുമെന്നും ആശങ്കയാണ് എന്ന് പറഞ്ഞത്. രാജു ചോദിച്ചു, ഇന്ന് സഞ്ജു ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ ആരായിരിക്കും സഞ്ജുവിന്റെ ഭാര്യയായി നിൽക്കുക എന്ന് രാജു ചോദിച്ചത് കേട്ട് ഉടനെ ശ്രീദേവി പറഞ്ഞു, രാജു, നീ ഇത്രയും ഭാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ ഉണ്ടാക്കാതെ നീ വേഗം ജോലി നോക്കിക്കേ എന്ന് പറഞ്ഞത്. രാജുവിന്റെ ഉത്തരം മുട്ടിച്ചത് കണ്ട് ശ്രീദേവിയോട് പെട്ടെന്ന് എഴുന്നേറ്റ് മുത്തശ്ശൻ പറഞ്ഞു, ശ്രീദേവി, അങ്ങനെ അങ്ങ് അതിനെ തള്ളിക്കളയാൻ വരട്ടെ, അവൻ ചോദിച്ചാലും കാര്യമുണ്ട് എന്ന് പറഞ്ഞതും ഉടനെ ശ്രീദേവി എന്ത് മറുപടി പറയാന്നറിയാതെ ആകെ വിഷമിച്ചു നിന്നു. അപ്പോഴാണ് മുത്തച്ഛനോട് ശ്രീദേവി പറഞ്ഞത്, ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും സഞ്ജു തീരുമാനിക്കട്ടെ. ശ്രീകുട്ടി വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ടല്ലോ, ഇപ്പോൾ അവളുടെ വിഷമം വല്ലാതെ കൂടുകയാണ് എന്ന് പറഞ്ഞത്. മുത്തശ്ശനോട് ശ്രീദേവി പറഞ്ഞു, എന്തായാലും ലച്ചുവിന്റെ ഈ മാറ്റത്തിന് അവളെ എങ്ങനെയെങ്കിലും ആ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരു പോംവഴിയും കാണുന്നില്ലല്ലോ അച്ഛാ എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ അവിടേക്ക് അമ്മ വസുമതി അമ്മ എത്തി. ഉടനെ വസുമതി അമ്മയോട് ശ്രീദേവി ചോദിച്ചു, അല്ല, അമ്മ തനിച്ചേ വന്നോളോ, അവര് കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചതും ശ്രീകുട്ടിയും സഞ്ജുവും ലച്ചുവൊക്കെ എവിടെ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, സ്വാതി കാറിലല്ലേ വന്നത്, അവളുടെ കാറും എടുത്തു പോയി എന്ന് പറഞ്ഞു. അല്ല, അപ്പോ ലച്ചു എവിടെ പോയമ്മേ എന്ന് ചോദിച്ചതും ലച്ചു സഞ്ജുവിനെയും കൂട്ടി സഞ്ജുവിന്റെ പിറന്നാൾ വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ ശ്രീദേവിക്കാകെ ടെൻഷനായി. ദൈവമേ, ഇന്നിനി എന്തൊക്കെയാ സംഭവിക്കുക? സ്വാതിയും സഞ്ജുവിന് ഒരു ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോ രണ്ടുപേരിൽ ആരുടെ ഡ്രസ്സ് എടുത്ത് അവൻ അണിയും? അതിനിപ്പോ ആകെ പ്രശ്നമാവുമല്ലോ ദൈവമേ എന്നാലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ശ്രീദേവി നിന്നു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ക്ഷേത്രത്തിൽ വെച്ച് ചില അനർത്ഥങ്ങൾ ഉണ്ടായി. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും നമ്മുടെ ഈ കുടുംബത്തിന് നേരിട്ട ആപത്തുകളൊന്നും ഇതുവരെയായിട്ടും ഒഴിഞ്ഞു പോയിട്ടില്ല, അത് തീർച്ച എന്ന് പറയുമ്പോൾ ശ്രീദേവി ഉടനെ അമ്മയോട് ചോദിച്ചു, എന്താ എന്താ പറ്റിയത്? അപ്പോഴേക്കും മുത്തശ്ശനും ചോദിച്ചു, എന്താ വസുമതി, എന്താ അവിടെ സംഭവിച്ചത്? ഓ, ഇനി അത് കേട്ടിട്ട് വേണം നിങ്ങൾക്ക് ഇനിയും പ്രഷർ കൂടാനായിട്ട്. എന്തായാലും എനിക്ക് എത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വസുമതി അമ്മ ഞാൻ ഒന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും മുത്തശ്ശനാകെ ആശങ്കയായി. എന്താ സംഭവിച്ചെന്നറിയാനുള്ള ആകാംക്ഷയിൽ മുത്തശ്ശനും പിന്നാലെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് ശ്രീദേവി രാജുവിനോട് പറഞ്ഞു, നീ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമോനെ എന്ന് പറഞ്ഞ് രാജുവിനെ പറഞ്ഞയക്കുമ്പോൾ ശ്രീദേവി ആകെ ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങി ആലോചിച്ചു വന്നു. സഞ്ജുവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ വന്നു ചേരുമെന്ന്, എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയില്ല. ലച്ചുവും സ്വാതിയും ഇവരിൽ ആരാണ് സഞ്ജുവിന്റെ ഭാര്യയായി ജീവിക്കുക എന്ന ആശങ്ക ശ്രീദേവിയുടെ മനസ്സിനെയും അലട്ടി. അപ്പോഴാണ് ദക്ഷയും മകൾ സഞ്ജനയും കൂടി സഞ്ജുവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവർ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഇറങ്ങിയതും ഉടനെ സഞ്ജനയോട് ദക്ഷ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇന്ന് അവിടേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അവർ നമ്മളെ അപമാനിച്ച് പറഞ്ഞയക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ നല്ല രീതിയിലായിരിക്കില്ല അവിടെ നിന്ന് മടങ്ങിപ്പോരുക. അവരുടെ അവസാനം കാണും, അത് തീർച്ചയാണ്. പിന്നെ ഒരു കാര്യം, ഇന്ന് നമ്മൾ അവിടേക്ക് പോകുന്നത് എന്തിനാ നിനക്കറിയാവോ എന്ന് ചോദിച്ചിട്ടും സഞ്ജന ചോദിച്ചു, അവന്റെ പിറന്നാൾ സദ്യ കഴിക്കാനാണോ അമ്മേ എന്ന് ചോദിച്ചത് കേട്ട് ഉടനെ പിറന്നാൾ സദ്യ ഒന്നും കഴിക്കാനല്ല, മറിച്ച് മറ്റൊരു കാര്യമാണ് ഉള്ളത്. പിറന്നാൾ സദ്യ കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല നമുക്ക് ആലോചിക്കേണ്ടത്. അവിടെ നമ്മുടെ തുറുപ്പ് ചീട്ട് ഒന്നുണ്ട്, അതറിയില്ലേ? ആ ലക്ഷ്മിയെ മുൻനിർത്തി വേണം നമുക്ക് ഇന്നത്തെ ഈ ഫംഗ്ഷൻ വളരെ ഗംഭീരമാക്കാൻ. അതുകൊണ്ട് തന്നെ നീ കൃത്യമായും അവളുടെ നേരെ തന്നെ വേണം നിന്റെ ഓരോ നീക്കങ്ങളും നടത്താൻ. അത് മറന്നു പോകരുത്. നീ ലക്ഷ്മിയെ കൃത്യമായി ഉന്നം വെച്ചോണം. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സ്വാതിയെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം സംസാരങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് വീണ്ടും ദക്ഷ സഞ്ജനയ്ക്ക് ഒരു ഉപദേശം നൽകി. അത് കേട്ടതോടെ സഞ്ജന ശരിയമ്മേ എന്ന് സമ്മതിച്ചു. അങ്ങനെ സഞ്ജനയും ദക്ഷയും തീരുമാനിച്ചുറപ്പിച്ച് മംഗലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. മംഗലശ്ശേരിയിൽ എല്ലാവരും എത്തിയതിനു ശേഷം അവിടുത്തെ ഡെക്കറേഷനൊക്കെ ലച്ചുവും രാജുവും ചേർന്ന് പൂർത്തിയാക്കുന്നു. അപ്പോഴേക്കും സ്വാതിയും അവിടേക്ക് എത്തി.
സ്വാതി വന്ന് കേക്കൊക്കെ പരിശോധിച്ച് സഞ്ജുവിന്റെ ബർത്ത്ഡേയുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് എങ്ങനെയായിരിക്കും ഇന്നിവിടെ ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് ആലോചന നിൽക്കുമ്പോൾ രാജുവ് മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, ഇന്നിവിടെ ഇനി എന്തൊക്കെയാ സംഭവിക്കുക? അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ലച്ചു പെട്ടെന്ന് മുത്തച്ഛനോട് മറ്റുമൊക്കെയായി പറഞ്ഞു, ഇന്ന് ഇവിടേക്ക് വരാനായി ഞാൻ കാവേരി അപ്പച്ചിയെയും ദിനേശനങ്ങളിനെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഉടനെ മുത്തശ്ശി പറഞ്ഞു, കാവേരി വരുമെന്ന് തോന്നുന്നില്ല, കാരണം ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് എന്തായാലും കാവേരി വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. പെട്ടെന്ന് മുറ്റത്തൊരു കാർ വന്ന ശബ്ദം കേട്ടു. അത് കേട്ടതോടെ രാജു പറഞ്ഞു, അത് ദിനേശ് ഞങ്ങളും കാവേരി അപ്പച്ചിയാണ് എന്ന് രാജു പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ വസുമതി അമ്മയും മുത്തശ്ശനും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി വേഗം എഴുന്നേറ്റ് സ്വാതിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോളെ സ്വാതി, നീ എന്തായാലും പ്രഭയെയും കാഞ്ചനയും കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു. അവരെ ക്ഷണിക്കാഞ്ഞത് മോശമായി പോയി. അവരെ കൂടി ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നോ എന്ന് പറഞ്ഞതും സഞ്ജന ഉടനെ സ്വാതി പറഞ്ഞു, വേണ്ട മുത്തശ്ശ, അമ്മയും അച്ഛനും വരാതിരിക്കുന്നത് നല്ലത്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എന്തായാലും ഞാൻ അവരെ വിളിച്ച് പറയാം. വസുമതി, നീ ചെന്ന് എൻ്റെ ഫോണിങ് എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, മുത്തച്ഛൻ്റെ ഫോൺ ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു വേഗം റൂമിലേക്ക് പോയി. ഈ സമയത്ത് അവിടേക്ക് കവിത എത്തി. എന്നിട്ട് പറഞ്ഞു, എന്തായാലും സ്വാതി ചേച്ചി വിളിക്കാതിരുന്നത്, വലിയേച്ചി വിളിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. കാരണം വലിയേച്ചി വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വലിയേച്ചിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല, ചേച്ചി പ്രതികരിക്കും, അതാണ് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ സഞ്ജുവിന്റെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് കവിത ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് അകത്തേക്ക് ദക്ഷയും സഞ്ജനയും കയറി വന്നത്. അവരുടെ രണ്ടുപേരെയും കണ്ടതോടെ കവിതയുടെ മുഖഭാവം മാറി. ഉടനെ അവിടെ നിന്ന രാജുവും മുത്തശ്ശിയും ഒപ്പം ശ്രീദേവിയും ഒക്കെ ആകെ ഞെട്ടലോടെ നോക്കുന്നു. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി വന്നത് കണ്ട് മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇന്നിവിടെ ഞങ്ങൾ പിറന്നാൾ ആഘോഷം നടത്തുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, പിന്നെ എന്താ രക്ഷ വന്നത് എന്ന് മുത്തശ്ശൻ അന്വേഷിച്ചത് കേട്ട് ദക്ഷ പറഞ്ഞു, ഞങ്ങൾ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല എന്ന് പറഞ്ഞതും വസുമതി അമ്മ പറഞ്ഞു, ഞങ്ങളിവിടെ ബന്ധുക്കളെ മാത്രം, അതായത് കുടുംബക്കാർ മാത്രം അടങ്ങുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ ഉള്ളത്, പുറത്തുനിന്ന് ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും ഉടനെ ദക്ഷ പറഞ്ഞു, ഞങ്ങൾ വലിഞ്ഞു കയറിയൊന്നും വന്നതല്ല. ഗംഗാധര പണിക്കർ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുകയും വേണ്ട. ഞങ്ങൾക്ക് കൃത്യമായി ക്ഷണം കിട്ടി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇന്നത് ഇവിടെ പിറന്നാൾ ഫംഗ്ഷനിൽ ഞങ്ങളിവിടെ പങ്കെടുക്കാനായി എത്തണമെന്ന് പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവർക്കും ആകെ സംശയമായി, ആരാണ് ഞങ്ങളെ ക്ഷണിച്ചത് എന്ന ആശങ്കയിൽ അങ്ങനെ നിന്നത്. ഉടനെ ദക്ഷ പറഞ്ഞു, ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചത് സഞ്ജുവിന്റെ ഭാര്യ തന്നെയാണ് എന്ന് പറഞ്ഞത് കേട്ട് കവിത പറഞ്ഞു, ആരാണ് എന്നുകൂടി വ്യക്തമാക്കണം, കാരണം ഇവിടെ ഇപ്പോ 2 ഭാര്യമാരുണ്ട് എന്ന് കവിത പറഞ്ഞത് കേട്ട് ഉടനെ മുത്തശ്ശി ചോദിച്ചു, അത് ശരി, അപ്പോ നീയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലല്ലേ, ഇവരുടെ ഈ വരവിനെ നീയാണ് പ്രോത്സാഹിപ്പിച്ചതല്ലേ എന്ന് കവിത പറഞ്ഞതും കവിതയോട് മുത്തശ്ശി ദേഷ്യപ്പെട്ടതും കവിത പറഞ്ഞു, എൻ്റെ അമ്മേ, ഞാനൊന്നുമല്ല ഇവരെ ക്ഷണിച്ചത്. ഇവരെ അച്ഛൻ്റെ പേരക്കുട്ടികളിൽ ആരാണ്, കൊച്ചുമക്കളിൽ ആരാണ് ഇവരെ ക്ഷണിച്ചതെന്ന് അവരെ രണ്ടുപേരെയും വിളിച്ചു നിർത്തി ചോദിക്കാൻ പറ അച്ഛനോട് എന്ന് കവിത അറിയിച്ചു. അപ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് രക്ഷ പറഞ്ഞു, നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട, നിങ്ങളാരും ഞങ്ങളെ സ്വീകരിക്കുകയും വേണ്ട, എന്നെ ക്ഷണിച്ചവർ, ഞങ്ങളെ ക്ഷണിച്ച ആൾ തന്നെ വന്ന് ഞങ്ങളെ സ്വീകരിച്ചോളും എന്ന് പറഞ്ഞതും അവിടേക്ക് ലച്ചു മുത്തശ്ശന്റെ മൊബൈൽ ഫോണുമായി എത്തി. ലച്ചു ഓടി വന്നത്, ദക്ഷാമ്മയും സഞ്ജനയും എത്തിയോ? ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ ദക്ഷാമ്മയ്ക്ക് ഇന്ന് തിരക്കെന്തെങ്കിലും കാണുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറഞ്ഞതും ദക്ഷ പറഞ്ഞു, അതിന് ലച്ചു വിളിച്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിയുമോ എന്ന് ദക്ഷ ചോദിച്ചതും ലച്ചു വലിയ സന്തോഷത്തോടെ ദക്ഷയോട് പറഞ്ഞു, എന്തായാലും വലിയ സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും വന്നത്. അപ്പോഴേക്കും ദക്ഷ പറഞ്ഞു, എന്തായാലും ഇവിടെ മരുമകളായി ലച്ചു വന്നതിന് ശേഷം സഞ്ജുവിനോടൊപ്പം വന്നതിന് ശേഷമുള്ള സഞ്ജുവിന്റെ ആദ്യത്തെ പിറന്നാളല്ലേ, അപ്പൊ ഞങ്ങൾക്ക് വരാതിരിക്കാനാകുമോ എന്ന് ചോദിച്ചു. ഉടനെ ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, മുത്തശ്ശിയെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അമ്മയ്ക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം വന്നത്. ഉടനെ സഞ്ജന ലച്ചുവിന്റെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പിറന്നാളുകാരനുള്ള ചെറിയൊരു ഗിഫ്റ്റാണ്. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ഇതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും സഞ്ജന പറഞ്ഞു, എന്തായാലും പിറന്നാൾ ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ പിറന്നാളുകാരന് ഒരു ഗിഫ്റ്റ് കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, എന്തായാലും സഞ്ജു എവിടെ, സഞ്ജുവിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും സഞ്ജുവേട്ടൻ മുകളിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ലച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും ദക്ഷ പറഞ്ഞു, അതെ, എന്നാ സഞ്ജു പിറന്നാളുകാരനെ
കൂടെ കൂട്ടിക്കൊണ്ടുവാ എന്ന് ദക്ഷ പറഞ്ഞത് കേട്ട് സഞ്ജന പറഞ്ഞു, ഞാനും വരാൻ ലച്ചു, എനിക്കും സഞ്ജുവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞതും ലച്ചു പറഞ്ഞു, എന്നാ സഞ്ജന വാ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു സഞ്ജനയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോന്നു. ഈ കാഴ്ച കണ്ട് എല്ലാവരും ആകെ മൗനം പാലിച്ചങ്ങനെ നിൽക്കുമ്പോൾ ദക്ഷ അരികിലേക്ക് വന്ന് കവിതയോട് പറഞ്ഞു, അതെ, ഇന്ന് ഇവിടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് ലച്ചു ഞങ്ങളെ ക്ഷണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് വന്നത്. ലച്ചുവിന് ഞങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ കവിത, ഇവിടെ ചില കാര്യങ്ങൾ കവിതയോട് കൂടി സംസാരിക്കണമെന്ന് കരുതിയാ ഞാൻ വന്നത് എന്ന് പറഞ്ഞതും കവിത പറഞ്ഞു, എന്നാ എൻ്റെ കൂടെ ദക്ഷ വരൂ, നമുക്ക് സംസാരിക്കാം, ഗൗരി വരൂ എന്ന് പറഞ്ഞ് കവിത ഗൗരിയെയും വിളിച്ചുകൊണ്ട് പോയി. ഈ സമയത്ത് ആകെ വിഷമത്തിലായി സ്വാതി. അപ്പോഴേക്കും ഗംഗാധര പണിക്കർ ശ്രീദേവിയെ നോക്കിയിട്ട് പറഞ്ഞു, ദക്ഷയുടെ വരവ് അത്ര വെറുതെ ആയിട്ടില്ല. അവർ വന്നിരിക്കുന്നത് ലച്ചുവിനെ മുൻനിർത്തി ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം തകർക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ആകെ വിഷമിച്ച് നിൽക്കുന്ന സ്വാതിക്കരികിലേക്ക് എത്തിയ മുത്തശ്ശൻ പറഞ്ഞു, മോളെ, നിനക്കറിയാവല്ലോ, ദക്ഷയ്ക്ക് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലച്ചുവിനെ മുൻനിർത്തി അവർ പല കളികളും കളിക്കും. സംയമനത്തോടെ എല്ലാം മനസ്സിലാക്കി സമാധാനത്തോടെ ബുദ്ധിപരമായി നീങ്ങേണ്ടതും ക്ഷമയോടെ എല്ലാം സഹിച്ചു നിൽക്കേണ്ടതും മോളുടെ കടമയാണ്. മോള് അവര് പറയുന്നതൊക്കെ കേട്ട്, അവരുടെ സംസാരങ്ങളൊക്കെ കേട്ട് മോളൊരു കാരണവശാലും പ്രകോപിതയാകരുത് എന്ന് മുത്തശ്ശൻ സ്വാതിയെ ഓർമ്മിപ്പിച്ചപ്പോ സ്വാതി പറഞ്ഞു, ഇല്ല മുത്തശ്ശ, ലച്ചു സഞ്ജുവിന്റെ കൂടെ നിന്ന് അമ്മു ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നോട്ടെ, എനിക്കതിൽ യാതൊരു വിരോധവുമില്ല, ഞാൻ മാറി നിന്നോളാം എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സ്വാതി പോകുമ്പോൾ അത് കണ്ടു നിന്ന മുത്തശ്ശി സങ്കടപ്പെട്ടു. പാവം എൻ്റെ മോള് എത്ര വേദന സഹിക്കുന്നുണ്ട്, അവളുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. ഈ വീട്ടിലുള്ള ആർക്കും ഈ പേക്കൂത്ത് കണ്ടിട്ട് പ്രതികരിക്കാൻ കഴിയാത്തത് എന്താണ്? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ പെണ്ണിന് വേണ്ടി നിങ്ങളെല്ലാവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്ന് മുത്തശ്ശനോട് ശ്രീദേവി ഉടനെ വിഷമത്തോടെ മുത്തശ്ശി ചോദിക്കുന്നത് കേട്ട് ശ്രീദേവി സങ്കടത്തോടെ അച്ഛനെ നോക്കി. ഗംഗാധര പണിക്കർക്കും ശ്രീദേവിക്ക് മാത്രം അറിയാവുന്ന ആ സത്യം, മനഃപൂർവ്വം മറച്ചു പിടിച്ചിരിക്കുന്ന ആ സത്യം, അത് മറ്റാരും അറിയുന്നില്ലല്ലോ എന്ന വേദനയിൽ രണ്ടുപേരും പരസ്പരം സങ്കടത്തോടെ നോക്കി. അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ ലച്ചു തൻ്റെ സഞ്ജുവേട്ടന് വേണ്ടി വാങ്ങിച്ചു വെച്ച ആ ഗിഫ്റ്റ് ലച്ചു വേഗം കയ്യിലെടുത്തു. ആ ഷർട്ട് കയ്യിലെടുത്ത് നോക്കിയിട്ട് ലച്ചു മനസ്സിൽ പറഞ്ഞു, ഇതെന്തായാലും സഞ്ജുവേട്ടന് നന്നായിട്ട് ചേരും, ഈ ഷർട്ട് നന്നായിട്ട് ചേരും, എന്തായാലും ഈ ഷർട്ട് സഞ്ജുവേട്ടനെ കൊണ്ട് നിന്ന് പിറന്നാളിന് ഇടിയിപ്പിക്കണം എന്നെല്ലാം ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സഞ്ജന എത്തുന്നു. സഞ്ജന വന്നതും ഉടനെ ലച്ചു തൻ്റെ കയ്യിലിരുന്ന ആ ഗിഫ്റ്റ് തിരികെ ആ ബാക്കിലേക്ക് കവറിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് സഞ്ജന അരികിലേക്ക് വന്നത്. പിറന്നാളുകാരനുള്ള ഗിഫ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ച് അരികിലേക്ക് വന്നതും ലച്ചു പറഞ്ഞു, അതെ, സഞ്ജുവേട്ടന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗിഫ്റ്റാണ്. ഉടനെ ലച്ചുവിനോട് സഞ്ജന ചോദിച്ചു, അല്ല, പിറന്നാളുകാരൻ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് ലച്ചുവിന് തന്നോ എന്നാ ചോദിച്ചത്. ലച്ചു ചോദിച്ചു, സ്പെഷ്യൽ ഗിഫ്റ്റോ, അതെന്താ എന്ന് ചോദിച്ചതും, അല്ല, ഈ കവിളത്തൊക്കെ സാധാരണ തരാറുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയോന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞത്. ലച്ചു, അതോ ഇനി നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ലച്ചു പറഞ്ഞു, അങ്ങനെയൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്, പക്ഷേ കുറച്ച് നാളായിട്ട് ഞങ്ങൾ അകന്ന് നിൽക്കുകയാണ് എന്ന് ലച്ചു പറഞ്ഞു. അത് കേട്ട ഉടനെ സഞ്ജന ചോദിച്ചു, അതെന്താ എന്ന് അന്വേഷിച്ചതും ലച്ചു പറഞ്ഞു, അത് പിന്നെ സഞ്ജുവേട്ടൻ്റെ ചില വഴിപാടുകൾ, സഞ്ജുവേട്ടൻ്റെ ജീവനെ സംബന്ധിച്ച് സഞ്ജുവേട്ടന് വേണ്ടി ചില വഴിപാടുകൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടി പൂജയും മറ്റു കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അല്പം വ്രതത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സഞ്ജുവേട്ടനും ഞാനും 2 റൂമിലാണ് കഴിയുന്നത്. ഇനി ആ പൂജ കഴിയുന്നത് വരെ അങ്ങനെ വേണം കഴിയാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് ലച്ചു സഞ്ജനയോട് പറഞ്ഞു. അത് കേട്ടതും സഞ്ജന പറഞ്ഞു, ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ഇത് ഞാൻ സഞ്ജുവേട്ടന് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റാണ്, ഇന്ന് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞതും, അത് ശരി, അപ്പോൾ ഇതാണോ ഇന്ന് സഞ്ജുവിന് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചതും ലച്ചു പറഞ്ഞു, ഇത് വെറുമൊരു ഗിഫ്റ്റ് അല്ല, ഇതുകൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് ലച്ചു പറഞ്ഞതും ഉടനെ സഞ്ജന ചോദിച്ചു, അതെന്താ? ഒരു പരീക്ഷണം നടത്താനാണ് ഞാൻ ഈ ഗിഫ്റ്റ് സഞ്ജുവേട്ടന് അറിയാതെ സഞ്ജുവേട്ടന് റൂമിൽ കൊണ്ടുപോയി വെക്കും. സഞ്ജുവേട്ടനോട് ഇക്കാര്യം ഞാൻ പറയുകയില്ല, ഇങ്ങനൊരു ഗിഫ്റ്റ് സഞ്ജുവേട്ടന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നും അവിടെ വെച്ചിട്ടുണ്ടെന്നും. എന്നിട്ട് സഞ്ജുവേട്ടൻ തന്നെ ഈ ഗിഫ്റ്റ് എടുത്ത് ധരിക്കുമോ ഇല്ലയോ എന്ന് സഞ്ജുവേട്ടന് എന്നോടുള്ള സ്നേഹം അതിൽ നിന്നറിയാൻ കഴിയും. ഈ ഷർട്ട് സഞ്ജുവേട്ടൻ എടുക്കുകയാണെങ്കിൽ സഞ്ജുവേട്ടന് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന്. അത് കേട്ട ഉടനെ സഞ്ജന ചോദിച്ചു, ഇനി ഈ ഷർട്ട് അല്ല സഞ്ജു ഇടുന്നതെങ്കിലോ എന്ന് ചോദിച്ചതും സഞ്ജനയോട് ലച്ചു പറഞ്ഞു,
അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഈ ഷർട്ട് തന്നെ സഞ്ജുവേട്ടനിടൂ, എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞതും സഞ്ജന പറഞ്ഞു, എന്നാൽ ശരി, വേഗം ചെല്ല്. സഞ്ജു ഇപ്പം കുളി കഴിഞ്ഞ് ഇറങ്ങാറായിട്ടുണ്ടാവും. ഇനി വേറെ ഡ്രസ്സ് എങ്ങാനും എടുത്തിട്ടുകൊണ്ട് പോയാലോ എന്ന് ചോദിച്ചതും ഉടനെ ലച്ചു പറഞ്ഞു, ഏയ് അങ്ങനെയില്ല, എന്നാ ശരി, സഞ്ജന ഇവിടെ നിൽക്കേ, ഞാൻ വേഗം വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലച്ചു ആ ഗിഫ്റ്റുമായിട്ട് വേഗം സഞ്ജുവിന്റെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് സ്വാതി സഞ്ജുവിനെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു. സഞ്ജു ചോദിച്ചു, എന്താ സ്വാതി എന്ന് ചോദിച്ചതും സ്വാതി പറഞ്ഞു, സഞ്ജു, ലച്ചു കാണിച്ചു കൂട്ടുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. ആ ദക്ഷയും മകളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും സഞ്ജു ചോദിച്ചു, ആഹാ, അവരിവിടെ വന്നിട്ടുണ്ടോ? അവരെ ആരെങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിച്ചതും സഞ്ജന പറഞ്ഞു, താഴെ വന്ന് നിൽപ്പുണ്ട് അമ്മയും മകളും. പിന്നെ ലച്ചുവാണ് അവരെ പ്രത്യേകിച്ച് ക്ഷണിച്ചിരിക്കുന്നത് സഞ്ജുവിന്റെ പിറന്നാൾ ആഘോഷത്തിന്. ഇപ്പോ അവരാണല്ലോ ലച്ചുവിന്റെ കുടുംബക്കാര്. അപ്പൊ പിന്നെ ഇക്കാര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും സഞ്ജു എന്ന് പറഞ്ഞതും സഞ്ജുവിനോട് സ്വാതി വിഷമത്തോടെ പറഞ്ഞത് കേട്ട് സഞ്ജു പറഞ്ഞു, സ്വാതി, നിനക്കറിയാമല്ലോ ലച്ചുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതുകൊണ്ട് തൽക്കാലം നമുക്കിതെല്ലാം ശ്രമിക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞതും സ്വാതി പറഞ്ഞു, അതെ, അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുമെന്നറിയില്ല. പക്ഷേ രക്ഷയും മകളും എത്തിയിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താന്ന് അവൾക്കറിയില്ലല്ലോ. അവളെ മുൻനിർത്തി അവർ പല ഗെയിമും കളിക്കുന്നുണ്ട് എന്ന് വിഷമത്തോടെ സ്വാതി സഞ്ജുവിനോട് പറഞ്ഞു. ഇക്കാരണത്താലാണ് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനെ അമ്മയും പോലും ക്ഷണിക്കാതിരുന്നത്. അവർക്കിതൊന്നും കണ്ടു നിൽക്കാനാവില്ല സഞ്ജു എന്ന് സ്വാതി വിഷമത്തോടെ സഞ്ജുവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞത് സ്വാതിയോട് സഞ്ജു പറഞ്ഞു, ഷോ, ഇതൊക്കെ സ്വാതി, ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ പോലും വേണ്ട എന്ന് നമുക്കങ്ങ് തീരുമാനിച്ചാലോ? ഇന്ന് പിറന്നാൾ ആഘോഷത്തിന് ലച്ചു തന്നെ സഞ്ജുവിന്റെ അരികിൽ വന്നങ്ങനെ നിന്നാലോ എന്ന് സ്വാതി പറഞ്ഞതും സഞ്ജു പറഞ്ഞു, ഇത് വേണ്ട, ഈ ഫംഗ്ഷൻ വേണ്ടെന്ന് നമുക്ക് വെക്കാം. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട. പിന്നെ സഞ്ജു ഇന്ന് ബർത്ത്ഡേക്ക് ഇടുന്നത് ഏത് ഡ്രസ്സാന്നാ എൻ്റെ സങ്കടം. ഞാൻ വാങ്ങിച്ചത് സഞ്ജു ഇടുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും സഞ്ജു വേഗം ലച്ചുവിൻ്റെ കാര്യം സ്വാതി വിഷമത്തോടെ പറയുകയും ചെയ്തു. അവൾ സഞ്ജുവിന് എന്തോ പിറന്നാൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത് എന്ന് ലച്ചുവിനെ കുറിച്ച് സ്വാതി പറയുമ്പോൾ സഞ്ജു പറഞ്ഞു, അതൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ ഭാര്യയായ ഞാൻ തനിക്ക് വാക്ക് തന്നതല്ലേ, ഇന്നത്തെ ദിവസം താൻ വാങ്ങിച്ചു തന്നത് തന്നെയാണ് ഞാൻ ഇടുകയെന്ന്. അതൊക്കെ ഇരിക്കട്ടെ, താൻ എനിക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചത് എന്ന് സ്വാതിയോട് സഞ്ജു അന്വേഷിച്ചു. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, അതൊക്കെ സർപ്രൈസ് ആണ്. എന്തായാലും സഞ്ജു റൂമിൽ ചെന്നാൽ മതി. അവിടെ സഞ്ജുവിന്റെ ടേബിളിന് മുകളിൽ ഞാൻ ആ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ഗ്രീറ്റിംഗും ഉണ്ട് കേട്ടോ. എന്തായാലും ആ ഷർട്ട് തന്നെ ഇട്ട് വേണം സഞ്ജു വരാൻ. ഞാൻ എന്തായാലും താഴേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സ്വാതി താഴേക്ക് പോകുന്നു. സഞ്ജു വളരെ സന്തോഷത്തോടെ തൻ്റെ റൂമിലേക്കും പോകുന്നു. ഈ സമയത്ത് താഴെ ഫംഗ്ഷന് വേണ്ടി എല്ലാവരും റെഡിയായി കഴിഞ്ഞു. സ്വാതിയും ലച്ചുവും ഒക്കെ അണിഞ്ഞൊരുങ്ങി റെഡിയായി സഞ്ജുവിന്റെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ മുത്തശ്ശനും അവിടേക്ക് എത്തി. ദക്ഷയും സഞ്ജനയും കേക്ക് മുറിക്കുന്ന കാഴ്ച കാണാനായി കാത്തങ്ങനെ നിൽക്കുമ്പോൾ സഞ്ജു എന്താ എത്താത്തത് എന്ന് സംസാരിച്ചു. അപ്പോഴേക്കും ദക്ഷ പറഞ്ഞു, അല്ല, ഇന്ന് ഇവിടെ ഒരു ഗെയിം കൂടി നടക്കാൻ പോവുകയാണ് എന്നായി ദക്ഷയുടെ മറുപടി. ദക്ഷ പറയാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവരും ആകെ അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും ദക്ഷ പറഞ്ഞു, ഇന്നിവിടെ ഒരു ഗെയിം നടക്കുക. അത് പ്രധാനമായി എന്താണെന്നറിയാമോ? ഈ ഗെയിമിന്റെ പ്രത്യേകത, അതിൽ പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്നത്, ഗെയിമിൽ ഏറ്റവും കൂടുതൽ സഞ്ജു ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അതാണ് ഇന്നിവിടുത്തെ ഗെയിമിന്റെ പ്രധാന കണ്ടെത്തൽ. സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള് സഞ്ജുവിന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റുമായി, അല്ലെങ്കിൽ സഞ്ജു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള് സഞ്ജുവിന് നൽകിയ ഗിഫ്റ്റ് ധരിച്ചുകൊണ്ടാണ് സഞ്ജു ഇവിടേക്ക് വരാൻ പോകുന്നത്. സഞ്ജുവിൻ്റെ റൂമിലിരിക്കുന്ന ഗിഫ്റ്റ് പാക്കറ്റിൽ സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ആരോടാണോ ഇഷ്ടം, അയാൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ആൾ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് ധരിച്ചുകൊണ്ട് സഞ്ജു വരും. അതാണ് ഇന്നിവിടെ നടക്കുന്ന ഗെയിം എന്ന് പറഞ്ഞു. അത് സഞ്ജന വിശദീകരിക്കും. സഞ്ജനയോട് മാത്രമാണ് ആ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് ദക്ഷ പറയുമ്പോൾ സഞ്ജന ലച്ചു തന്നോട് പറഞ്ഞ കാര്യം എല്ലാവർക്കും മുന്നിൽ അറിയിക്കുന്നു.